Good morning students. ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അൺചേഞ്ചിങ് റിലേഷൻസ് മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും എന്നതിൻ്റെ എട്ടാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലെ രണ്ട് ബീജഗണിത വാചകങ്ങളായിരുന്നു. അതുകൂടാതെ തന്നെ അതിൻ്റെ ഏതാനും ഹോംവർക്കുകളും തന്നിരുന്നു. അപ്പോൾ എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു പുതിയ ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. കലണ്ടർ കണക്ക് എന്ന ഒരു ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പേജ് നമ്പർ 46 കലണ്ടർ കണക്ക് ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ആക്ടിവിറ്റി കാണാം. അതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. പേജ് നമ്പർ 46 എല്ലാവരും എടുക്കുക. കലണ്ടർ കണക്ക് അഥവാ കലണ്ടർ മാത്ത് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ, കലണ്ടറിലെ ഒരു മാസം എടുത്ത് ഒരു സമചതുരത്തിനുള്ളിൽ വരുന്ന 4 സംഖ്യകൾ അടയാളപ്പെടുത്തുക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഒരു കലണ്ടറിൻ്റെ ഒരു മാസത്തിലെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു മാസം കലണ്ടറിൽ നമുക്കറിയാം ഒരു കൊല്ലം 12 മാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേതെങ്കിലും ഒരു മാസം എടുത്തിട്ട് അതിനുള്ളിൽ, അതായത് ഒരു സമചതുരം വരുന്ന രീതിയിൽ 4 സംഖ്യകൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ എന്താ ചെയ്തിരിക്കുന്നത്, അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ, കണ്ടുവോ? 8, 9, 15, 16. അപ്പോൾ സമചതുരം വരുന്ന രീതിയിൽ സംഖ്യകൾ അടയാളപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ 8, 9, 15, 16, അതായത് നമ്മൾ ഇങ്ങനെ വരുന്ന രീതിയിൽ, സമചതുരം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അത് ഇങ്ങനെ വരുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ 2 എണ്ണമാണ് നിരയുമായിട്ടും 2 എണ്ണം കോളത്തിലും, അങ്ങനെ 4 സംഖ്യകളാണ് മൊത്തം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് നമ്മൾ 4 സംഖ്യകൾ ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം നമ്മൾ പറഞ്ഞത് തന്നെ നമുക്ക് ചെയ്യാം. 8, 9, 15, 16 ആണ് അവർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അത് ആദ്യം കൂട്ടുക. നമ്മൾ എടുത്തിരിക്കുന്ന 4 സംഖ്യകൾ കൂട്ടുക. അപ്പം എന്തൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? 8, 9, 15, 16 അല്ലേ. അപ്പോൾ ഇവരെ ആഡ് ചെയ്യുക. 8, 9, 15, 16 ഇവരെ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കൂ. 8, 9, 15, 16 ആ 4 സംഖ്യകൾ കൂട്ടുമ്പോൾ 48 കിട്ടും. എത്രയാണ്? 48. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 48നെ 4 കൊണ്ട് വർക്കിംഗ് കുളത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 12 വരും. 12. ഇനി ഇതിൽ നിന്ന് 4 കുറയ്ക്കുക. 12ൽ നിന്ന് 4 കുറച്ചാൽ 8. ഓക്കെ. ഇനി നമുക്ക് വേറെ 4 സംഖ്യകൾ സമചതുരം വരുന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ ഇതൊരെണ്ണം കഴിഞ്ഞു. ഇനി വേറെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഏതെങ്കിലും ഇഷ്ടമുള്ളത് ഈ ഒരു കലണ്ടറിലെ ഏതെങ്കിലും ഒരു മാസത്തിലെ 4 സംഖ്യകൾ സമചതുരം വരുന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ അടുത്ത എക്സാമ്പിൾ ടീച്ചർ 6, 7, 13, 14 എടുക്കാൻ പോവാം. 6, 7, 13, 14 കണ്ടോ? അപ്പോൾ എല്ലാവരും കലണ്ടറിലേക്ക് നോക്കുക. 6, 7, 13, 14 കണ്ടോ? അപ്പോൾ 6, 7, 13, 14 കൂട്ടുക. കൂട്ടുമ്പോൾ എന്താ വരിക? 6, 7, 13, 14 ആഡ് ചെയ്യുമ്പോൾ 40 എന്ന് വരും. 40. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നേരത്തെ ചെയ്തതുപോലെ തന്നെ കിട്ടിയ ഉത്തരത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 10. 10ൽ നിന്ന് 4 കുറയ്ക്കുക. 6. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണേന്നുള്ളത് പറഞ്ഞു തരാം. ഒരു എക്സാമ്പിൾ കൂടി ചെയ്യാം. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ 4 സംഖ്യകൾ സമചതുരം വരുന്ന രീതിയിൽ എടുക്കൂ. വേറൊരു എക്സാമ്പിൾ പരിശോധിക്കാം. 13, 14, 20, 21 കണ്ടോ? വേറെ 13, 14, 13ന്റെ താഴെ 20, 14ന്റെ താഴെ 21 അങ്ങനെ സമചതുരം വരുന്ന രീതിയിൽ എടുത്തു. അത് ടീച്ചർ ആഡ് ചെയ്യാൻ പോവാണ്. 13, 14, 20, 21 എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണ് വരിക നോക്കൂ. 13, 14, 20, 21 കൂട്ടുമ്പോൾ 68 എന്ന് വരും. ഇനി കിട്ടിയ ഉത്തരത്തെ 4 കൊണ്ട് ഹരിച്ചു. അപ്പം എന്താ കിട്ടുക നോക്കൂ. 17. 17നെ 4 കൊണ്ട് കുറച്ചപ്പോൾ 13 കണ്ടോ? അപ്പോൾ ഇങ്ങനെ ടീച്ചർ 3 ഉദാഹരണങ്ങൾ, 3 എക്സാമ്പിൾസ് ആണ് ഈ ഒരു കലണ്ടറിൽ നിന്ന് എടുത്തത്. അതായത് സമചതുരം വരുന്ന രീതിയിൽ എടുത്തു. ഇനി ഈ 3 എക്സാമ്പിളിലും ഒന്ന് നോക്കി നോക്കൂ. ടീച്ചർ എന്താ ചെയ്തത്? സമചതുരം വരുന്ന 4 സംഖ്യകൾ ആഡ് ചെയ്തു. എല്ലാത്തിലും ആഡ് ചെയ്യുകയാണ് ചെയ്തത്. കൂടാതെ കിട്ടിയ ഉത്തരത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. എല്ലാത്തിലും അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ടോ ആ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 4 കുറച്ചു. അപ്പോൾ നമുക്ക് 8 കിട്ടി. ഈ കണക്കിൽ ഇതിൽ 6 കിട്ടി, ഇവിടെ 13 കിട്ടി അല്ലേ. എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ? എന്താ?
ഇവിടെ നമുക്ക് 8 ഈ ഒരു സംഖ്യ, 4 സംഖ്യകൾ എടുത്തതിൽ 8 ആദ്യത്തെ സംഖ്യ. അത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയത് 8. അതേപോലെ ടീച്ചർ അടുത്ത 4 ഉദാഹരണങ്ങൾ 4 സംഖ്യകൾ എടുത്തപ്പോഴും എന്തെന്നെയാ കിട്ടിയ ചെയ്തു വന്നപ്പോ 6 കിട്ടി. അതായത് നമ്മുടെ ആദ്യത്തെ സംഖ്യ അല്ലെ, സമചതുരമായി വരുന്ന 4 സംഖ്യകൾ എടുത്തതിൽ ആദ്യത്തെ സംഖ്യ. അടുത്തതും അത് തന്നെയാണ് സംഭവിച്ചത്. 13 ആണ് നമുക്ക് കിട്ടിയ ഉത്തരം. ദേ ഇവിടെ 13 ആദ്യ സംഖ്യ അല്ലെ. അപ്പോ ഇങ്ങനെ എന്താ ചെയ്തത്, എല്ലാത്തിലും നമ്മൾ 4 സംഖ്യകൾ സമചതുരമായി വരുന്ന രീതിയിൽ എടുത്തിട്ട് 4 കൊണ്ട് ഹരിച്ച് 4 കുറച്ചു അല്ലെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലെ? എല്ലാത്തിലും നമുക്ക് ഇങ്ങനെ എന്താ കിട്ടിയത്, ആദ്യ സംഖ്യ കിട്ടി. ഇവിടെ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു റിലേഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും എങ്ങനെയാ ആ റിലേഷൻ നമ്മൾ എന്തിലാ പറയാറ്, ബീജഗണിതത്തിൽ പറയും അല്ലെ, ഓൾജിബ്രയിൽ പറയും. അപ്പൊ ആ ബീജഗണിതത്തിൽ കൂടി പറഞ്ഞാലാണ് നമുക്കത് എന്താ അത് പൊതുതത്വമായിട്ട് നമുക്കത് പറ്റുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെയാ ബീജഗണിതത്തിൽ പറയാൻ നോക്കാം, അതായത് റിലേഷൻ ബന്ധം എങ്ങനെ പറയാൻ നോക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ അറിയാത്ത ഒരു കാര്യത്തെ നമ്മൾ എന്തെടുക്കുക, എക്സ് എന്നെടുക്കും അല്ലെ. അപ്പൊ നമ്മളിവിടെ ആദ്യത്തെ സംഖ്യേനെ എക്സ് എന്ന് ടീച്ചർ എടുക്കാൻ പോവാം. എന്താണ് ആദ്യത്തെ സംഖ്യ എക്സ് എന്നെടുക്കുന്നു. അപ്പൊ ഞാൻ എക്സ് എടുത്തു, എക്സ്. അത് കഴിഞ്ഞ് ഇപ്പൊ കലണ്ടറിൽ വരുന്ന രീതിയിൽ 4 സംഖ്യകൾ എടുക്കുകയാണ് പതിവ്. അത് ഞാനൊരു റിലേഷനിൽ പറയാൻ പോവാണ്. അപ്പൊ ടീച്ചർ ആദ്യത്തെ സംഖ്യ എക്സ് എടുത്തു. പിന്നെ തൊട്ടപ്പുറത്തെ സംഖ്യ എന്താ വരിക, അതായത് ഇപ്പൊ ഈ എക്സാമ്പിളിലേക്ക് നോക്കൂ. 8 കഴിഞ്ഞ് 9 വരണമെങ്കിൽ എന്താ സംഭവിച്ചത്, 8ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 9 കിട്ടി. അപ്പൊ എക്സ് എന്നത് ആദ്യ സംഖ്യയായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ സംഖ്യ എന്തായിരിക്കും, x+1 അല്ലേ. അങ്ങനെയല്ലേ വരിക, അങ്ങനെയാ അല്ലെ. കോൺസിക്യൂട്ടീവ് തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ് 3 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ x+1 വന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോക്കൂ 8 ഇവിടെ 15 അല്ലെ. നോക്കുക കലണ്ടറിലേക്ക് നോക്കുക. 8-ാം തീയതി ഒരു ബുധനാഴ്ചയായിരുന്നു നമ്മുടെ കലണ്ടറിൽ എടുത്ത മാസത്തില്. ഇനി 15-ാം തീയതി എന്തെന്നെയാ വരുന്നത്, ബുധനാഴ്ച ഇനിയാ വരുന്നത് അല്ലെ. അപ്പോൾ നമുക്കറിയാം കലണ്ടറിലെ കണക്കുകള്, ഒത്തിരി കണക്കുകൾ കലണ്ടറുമായി ബന്ധപ്പെട്ട് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ഇപ്പൊ PSC അല്ലെങ്കിൽ ന്യൂ മാത്സ്, USS, LSS അങ്ങനെ മിക്ക മത്സര പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കലണ്ടറുമായി ബന്ധപ്പെട്ട് വരുന്ന കണക്കുകൾ. ഇപ്പൊ കലണ്ടറിലെ കുറച്ച് ട്രിക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്കറിയാം 8-ാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ പിന്നത്തെ ബുധനാഴ്ച എന്തായിരിക്കും, 15-ാം തീയതി ആയിരിക്കും. അതെങ്ങനെയാണ് നമുക്കറിയാം, 7 വീതം കൂട്ടി കൂട്ടി പോവാണ് അല്ലെ. ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ട്. അപ്പൊ 7 ആഡ് ചെയ്താൽ മതി. 8ന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 15 കിട്ടുക, 7. അതേപോലെ തന്നെ 9-ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച പിന്നത്തെ വ്യാഴാഴ്ച വരുന്നത് 16-ാം തീയതി. അപ്പൊ 9ന്റെ കൂടെ എന്ത് കൂട്ടിയപ്പോഴാണ് 16 വന്നത്, 7 കൂട്ടിയപ്പോ അല്ലെ. അപ്പൊ അതേ ഒരു ഐഡിയയാണ് നമ്മൾ ഈ റിലേഷനിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് പറയുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക, 8ന്റെ കൂടെ 7 കൂട്ടിയപ്പോൾ 15 കിട്ടി. അപ്പൊ ഞാൻ എക്സ് എന്ന് പറയുന്നത് ആദ്യ സംഖ്യയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ സംഖ്യ കലണ്ടറുമായി ബന്ധപ്പെട്ടിട്ടാണ് റിലേഷൻ പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, x+7 അല്ലെ. എക്സിന്റെ കൂടെ 7 കൂട്ടിയത് അങ്ങനെയായിരിക്കും കിട്ടുക. എക്സ് ഞാൻ ആദ്യ സംഖ്യയായിട്ട് എടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ കലണ്ടറിൽ വരുന്ന രീതിയിൽ സമചതുരം വരുന്ന രീതിയിൽ എടുക്കുക ചെയ്ത് x+7. ഇനി ഇവിടുത്തെ സംഖ്യ കിട്ടണം. ഇവിടെ 9ഉം 16ഉം കിട്ടിയതുപോലെ 9ന്റെ കൂടെ 7 കൂട്ടിയപ്പോഴാണ് 16 വന്നു അല്ലെ. അപ്പൊ അതേപോലെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, x+1ന്റെ കൂടെ 7 കൂട്ടുക, ഈ സംഖ്യയുടെ കൂടെ 7 കൂട്ടുക, x+1+7 അല്ലെ. അപ്പൊ അതെന്താ വരിക, x+1ഉം 7ഉം കൂട്ടുമ്പോൾ എന്താ വരിക, 8. അപ്പൊ ഇവിടുത്തെ ഇതെന്താ വരിക സംഖ്യ, x+8. കണ്ടോ, ഇത് ആദ്യം മനസ്സിലാക്കി എടുക്കണം. സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ കിട്ടും. ആദ്യത്തെ സംഖ്യ എക്സ് എടുത്തു കഴിഞ്ഞാൽ കലണ്ടർ കണക്കായതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തെ സംഖ്യ വരണമെങ്കിൽ 1 കൂട്ടിയാൽ മതി. 8ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 9, അതുപോലെ x+1. ഇനി ഈ 8ഉം 15ഉം തമ്മിലുള്ള റിലേഷൻ അറിയാച്ചാല് ഇത് എഴുതാനായിട്ട് ബുദ്ധിമുട്ടില്ല. എക്സിന്റെ കൂടെ 7 കൂട്ടിയാലാണ് ഇവിടുത്തെ സംഖ്യ കിട്ടുക അല്ലെ. ഇനി ഇതിന്റെ കൂടെ 7 കൂട്ടിയാലാണ് ഇവിടുത്തെ സംഖ്യ കിട്ടുക അല്ലെ. ഇനിയാണ് നമുക്ക് റിലേഷൻ പറയാൻ വരുന്നേ ഉള്ളൂ. നമ്മൾ 4 സമചതുരത്തിൽ വരുന്ന രീതിയിൽ സംഖ്യകൾ എക്സ് വെച്ചിട്ട് എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഇതെല്ലാം കൂടി കൂട്ടണം. ഈ 4 സംഖ്യകളോട് കൂട്ടിയില്ലേ. അപ്പൊ അതുപോലെ നമുക്ക് കൂട്ടാം, x+1 x+7 x+8. കണ്ടോ, എല്ലാം കൂടി ആഡ് ചെയ്യാണ്. അപ്പൊ നേരത്തെ പോലെ തന്നെ. ഇനി നോക്കൂ, ഇവിടെ ഒരു എക്സിന്റെ ടേം ഉണ്ട്. എക്സിന്റെ ടേമുകളൊക്കെ നോക്കാം.
അപ്പോൾ നോക്കുക 1 2 3 4 4 പ്രാവശ്യം 4 ടൈംസ് എക്സ് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ 4x അല്ലേ അല്ലേ. ഇവിടെ ടീച്ചർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു എക്സ് 1 എന്നുള്ള നമ്പർ മുമ്പിൽ ഇട്ടില്ലെങ്കിലും അതിൻ്റെ അർത്ഥം ഒരു എക്സ് അല്ലേ. അങ്ങനെ എത്ര എക്സുകളുണ്ട് 4 എക്സുകളുണ്ട്. അപ്പം 4x എന്ന് എഴുതി. ഇനി സംഖ്യകൾ കൂട്ടാം. അപ്പം എക്സിൻ്റെ ടേംസുകൾ കൂട്ടി. ഇനി സംഖ്യകൾ മാത്രം വേറെ കൂട്ടാം. ഇവിടെ 1 ഉണ്ട്, പിന്നെ 7 8. അപ്പം എന്താ വരിക 16 അല്ലേ. 1 7 8 8 8 16. അപ്പം 4x + 16 എന്ന് വന്നു. കണ്ടോ. ഇനി എന്താ വേണ്ടത് 4x + 16 വന്നു. ഇതിനെ ടീച്ചർ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. 4x എന്ന് പറയാൻ എന്താ അർത്ഥം ശ്രദ്ധിക്കുക കേട്ടാ. 4 × x പ്ലസ് ഈ 16നെ ടീച്ചർ 4 × 4 എന്ന് എഴുതാൻ പോവാം. കുഴപ്പമില്ലല്ലോ. 4 × 4 എന്തിനാ അങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മൾ 4 ആണ് ഇവിടെ പൊതുവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ അങ്ങനെ ചെയ്തത്. 4ന്റെ ടേബിളിലാക്കി കണക്ട് ചെയ്തിട്ട് എഴുതി. 4 നമുക്ക് ഗുണനപ്പട്ടിക നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത് 4x എന്ന് പറഞ്ഞാൽ 4 × x മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. ഇവിടെ ഇൻറ്റു ഇട്ടില്ലെങ്കിലും അവിടെ വരുന്നത് ഓപ്പറേഷൻ ഇൻറ്റു എന്താ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 16 വരെ ടീച്ചർ 4 × 4 എന്ന് എഴുതി അല്ലേ. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ 4 എന്ന് പറയുന്ന നമ്പർ അല്ലേ കോമൺ. ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. അപ്പോൾ ടീച്ചർ 4 എന്ന് പറയുന്ന സംഖ്യേനെ പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ 4 എന്ന സംഖ്യേനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക ബ്രാക്കറ്റ് ഇടുന്നു. ബ്രാക്കറ്റിന്റെ അർത്ഥം എന്താണ് ഇൻറ്റു ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി 4 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എന്താ ഉള്ളത് എക്സ്. ഇവിടുത്തെ ചിഹ്നം പ്ലസ് ഈ 4 നമ്മൾ എഴുതാം. നമ്മൾ ഇങ്ങനെ എഴുതിയത് കൊണ്ട് ഇതിന്റെ മീനിങ് മാറുന്നില്ല. എന്താ അർത്ഥം 4 ഇതൊന്ന് നോക്കി നോക്കൂ. 4 × x 4x എന്നല്ലേ വരിക. അതെ 4x നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പ്ലസ് ഇതേ ചിഹ്നം പ്ലസ് 4 × 4 16. കണ്ടോ. ടീച്ചർ ഒന്ന് റീഅറേഞ്ച് ചെയ്തു അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി നമ്മൾ റിലേഷനിൽ എഴുതിയപ്പോ 4 × x + 4 എന്ന് കിട്ടി അല്ലേ. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊരു പുതിയൊരു കാര്യമാണ്. ഇങ്ങനത്തെ കണക്കുകൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാം സൗകര്യാർത്ഥം. അപ്പൊ ഇവിടെ ടീച്ചർക്ക് അറിയാമായിരുന്നു 4 എന്നുള്ള നമ്പർ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ കുറേ കണക്കുകൾ ഇങ്ങനത്തെ ചെയ്യുമ്പോൾ എന്താണ് കോമൺ ആയിട്ട് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് 4 പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് 4 എന്നുള്ള നമ്പറിനെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്തത്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത് തുക എന്ത് കിട്ടി 4 × x + 4 അല്ലേ. അതായത് ഒരു സമചതുരത്തിന് വരുന്ന 4 സംഖ്യകൾ സമചതുരത്തിനുള്ളിൽ വരുന്ന രീതിയിൽ 4 സംഖ്യകൾ എടുത്തു. എന്നിട്ട് കൂട്ടിയപ്പോൾ നമുക്ക് എന്താ റിലേഷൻ കിട്ടിയത്, എന്താണ് ബന്ധം കിട്ടിയത് 4 × x + 4 അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത് ഇങ്ങനെ തുക കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി. ആദ്യ സംഖ്യ ഞാനിവിടെ എക്സ് എന്ന് പറയുന്നത് എടുത്തത് എന്താ ആദ്യ സംഖ്യ അല്ലേ. എക്സ് എടുത്തത് ഈ ഒരു കാര്യത്തിലെ റിലേഷനിലെ. അപ്പൊ ആദ്യ സംഖ്യയുടെ കൂടെ 4 കൂട്ടി എന്നിട്ട് 4 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും സം കിട്ടും, തുക കിട്ടും അല്ലേ. ആദ്യത്തെ സംഖ്യയോട് 4 കൂട്ടിയിട്ട് 4 ആഡ് ചെയ്തിട്ട് പിന്നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്താ കിട്ടുക സം അഥവാ തുക കിട്ടും അല്ലേ. സം അഥവാ തുക കിട്ടും. ഇങ്ങനെ സമചതുരമായി വരുന്ന രീതിയിൽ 4 സംഖ്യ. അപ്പൊ ഇതാണ് ഒരു റിലേഷൻ. ടീച്ചർ അത് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ബന്ധം പറഞ്ഞു. ഓക്കെ. ഇനി തിരിച്ചു ചോദിക്കുക എന്ന് വിചാരിക്കുക. എന്താണ് തിരിച്ചു ചോദിക്കുക എന്ന് പറഞ്ഞത്, ഇപ്പോൾ കലണ്ടറിലെ 4 നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ സം കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു സൂത്രം ഉപയോഗിച്ചാൽ മതി. 4 × x + 4 ഇങ്ങനെ 4 സംഖ്യകളായിട്ട് എടുക്കണേ വെച്ചാൽ. ഇനി തിരിച്ചു ചോദിക്കുകയാണ്. എന്താണ് തിരിച്ചു ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സം തന്നു, തുക തന്നു. അതായത് കലണ്ടറിലെ 4 സംഖ്യകളുടെ സമചതുരമായി വരുന്ന രീതിയിൽ 4 സംഖ്യകളുടെ തുക തന്നു. എന്നിട്ട് നമ്മളോട് പറയാണ് ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കൂ. അപ്പൊ വേണമെങ്കിൽ മത്സര പരീക്ഷകൾക്ക് ഇങ്ങനത്തെ കലണ്ടർ കണക്ക് ചോദിക്കാമെന്ന് പറഞ്ഞല്ലോ. ഏത് പ്രോബ്ലംസ് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് വിചാരിക്കാം. ഒരു കലണ്ടറിലെ 4 സംഖ്യകൾ സമചതുരമായി വരുന്ന രീതിയിൽ 4 സംഖ്യകളുണ്ട്. അവയുടെ തുക പറയുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയാണ് ആദ്യത്തെ സംഖ്യ കണ്ടുപിടിക്കൂ എന്ന് പറയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ നേരെ തിരിച്ച് ഇപ്പൊ തുക കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഈ ഒരു കാര്യം പറയാനായിട്ട് നമ്മുടെ ഈ എക്സാമ്പിളിലേക്ക് വരാം. ഇവിടെ ടീച്ചർ എന്താ ചെയ്തത്, ആദ്യത്തെ സംഖ്യ 8 കിട്ടിയത് നമുക്ക് എങ്ങനെയാ ഈ ഒരു സമചതുരമായിട്ട് വരുന്ന
സംഖ്യകളിൽ 4 സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യ എങ്ങനെയാ വന്നേ നോക്കി നോക്കുവോ. എല്ലാം കൂടി കൂട്ടിയിട്ട് 4 കൊണ്ട് ഹരിച്ച് 4 കുറച്ചു. അതായത് ഇതിന്റെ റിവേഴ്സ്, ഇതിന്റെ നേരെ തിരിച്ചല്ലേ വരിക. നേരെ തിരിച്ചെന്ന് പറഞ്ഞാൽ തുക കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തേ, 4 കൊണ്ട് ആദ്യ സംഖ്യയോട് 4 കൂട്ടി 4 കൊണ്ട് ഗുണിച്ചു. അപ്പൊ അതിന്റെ നേരെ തിരിച്ച് 4 കൊണ്ട് കൂട്ടി 4 ഗുണിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നേരെ തിരിച്ച് 4 കൊണ്ട് ഹരിച്ച്, ഇവിടെ ഗുണിക്കുക എന്നതിന് പകരം ഇവിടെ ഹരണം, പിന്നെ ഇവിടെ കൂട്ടുക എന്നതിന് പകരം ഇവിടെ കുറയ്ക്കല്. കണ്ടോ. അപ്പൊ ഇതിന്റെ നേരെ തിരിച്ചാണ് എന്തിൽ വരിക, ആദ്യ സംഖ്യ കണ്ടുപിടിക്കാൻ. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ 48 തുക തന്നു എന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിൾ. ഇത് മനസ്സിലാക്കി വെക്കുക. ഇതിപ്പോ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കാന്ന് വിചാരിക്കുക. ഒരു കലണ്ടറിലെ സമചതുരമായി വരുന്ന 4 സംഖ്യകളുടെ തുക 48 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യനില് ഫൈൻഡ് ദ ഫസ്റ്റ് നമ്പർ, ആദ്യ സംഖ്യ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ടീച്ചർ ഇപ്പൊ തന്നെ പറഞ്ഞല്ലേ, നമ്മള് 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ 12 കിട്ടും. എന്നിട്ട് 4 കുറയ്ക്കുക, 8. അപ്പൊ നമുക്ക് എന്ത് പറയാം, 8 ആദ്യത്തെ സംഖ്യ എന്ന് പറയാം അല്ലെ. ഏത് നമ്പർ ഇതുപോലെ തന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലേ. അപ്പോ ഒരു സംഖ്യയുടെ നമുക്ക് എന്താണ് 4 സംഖ്യകളുടെ തുക അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആദ്യ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു. അതേപോലെ തന്നെ തുക എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും മനസ്സിലാക്കി അല്ലെ. അപ്പൊ എന്താ പറഞ്ഞു വരുന്നത്, അതായത് ഇങ്ങനെ സമചതുരത്തിനുള്ളിൽ വരുന്ന 4 സംഖ്യകൾ എടുക്കുമ്പോൾ ആദ്യത്തെ സംഖ്യയുടെ കൂടിയിട്ട് 4 കൂട്ടി പിന്നെ 4 കൊണ്ട് ഗുണിച്ചതാണ് തുക അഥവാ സം. ഇനി തിരിച്ച് ആദ്യത്തെ സംഖ്യ തിരിച്ച് കിട്ടാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ 4 കുറച്ചാൽ മതി. കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഐഡിയ മാത്രം ഈ ഒരു കലണ്ടർ കണക്കിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ. നമുക്ക് വേറൊരു കലണ്ടർ കണക്ക് നോക്കാം. പേജ് നമ്പർ 47 റൈറ്റ് സൈഡിൽ ഒരു ആക്ടിവിറ്റിയാണ്. നോക്കൂ, കലണ്ടറിലെ 4 സംഖ്യകളുടെ സമചതുരത്തിന് പകരം 9 സംഖ്യകളുടെ സമചതുരം എടുത്തു നോക്കാൻ. Take any month's calendar and mark 9 numbers in a square instead of 4. അപ്പൊ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, 4 നമ്പേഴ്സ് എടുത്തിട്ടാ ചെയ്തത് സമചതുരം വരുന്ന രീതിയിൽ അല്ലെ. 2 റോയിലും 2 കോളത്തിലും, 2 വരി 2 നിര. ഇനി ഇവിടെ നേരെ തിരിച്ചല്ല, വേറെ നമ്മൾ 9 കേസ് എടുക്കാൻ പോകുന്നത്. 9 സംഖ്യകൾ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എടുക്കുന്നത്. അപ്പൊ 9 വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. സമചതുരം ആവണ രീതിയിൽ എടുക്കണമെങ്കിൽ എന്താണ് 3 റോ 3 കോളം അല്ലെ. 3 സംഖ്യകൾ നിരയായും 3 സംഖ്യകൾ വരിയായും വേണം. അപ്പോ ഇവിടെ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മാസം കലണ്ടറിൽ ഒരു മാസത്തിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ തന്നെ 9 സംഖ്യകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ നമ്പേഴ്സ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് നോക്കൂ. 8, 9, 10, 15, 16, 17, 22, 23, 24 അല്ലെ. മനസ്സിലായോ. അപ്പൊ സമചതുരം വരുന്ന രീതിയിൽ എടുക്കുക എന്ന് പറയുമ്പോൾ 3 നമുക്ക് വരിയായും നിരയായും വേണം. അപ്പോൾ ഇവിടെ 3 സംഖ്യകൾ റോ അല്ലെ. 8, 9, 10, അതേപോലെ 8, 15, 22 അങ്ങനെ 3 താഴേക്കും 3 വരിയായിട്ടും നിരയായിട്ടും കാണാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാല് ഇതിൽ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യുക, എല്ലാം കൂടി കൂട്ടുക. നമ്മൾ എടുത്തിരിക്കുന്ന ഇതുപോലെ വട്ടിട്ട് വെച്ചിരിക്കുന്ന ഈ 9 സംഖ്യകൾ സമചതുരമായി വരുന്ന രീതിയിലുള്ള ഈ 9 സംഖ്യകളും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ നേരത്തെ നമ്മൾ 4 സംഖ്യകൾ ആഡ് ചെയ്തില്ലേ, അതേപോലെ തന്നെ. അപ്പൊ ഇവിടെ നോക്കൂ, 8 പ്ലസ് 9 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 16 പ്ലസ് 17 പ്ലസ് 22 പ്ലസ് 23 പ്ലസ് 24. കുറച്ചധികം ഉണ്ട് അല്ലേ, 9 സംഖ്യകൾ ഉള്ളത് കൊണ്ട് ഇതൊക്കെ കൂടി കൂട്ടുക. ഇതിന്റെ സം എന്താ വരിക, ഇവയുടെ തുക കൂട്ടി നോക്കുക. വർക്കിംഗ് കോളത്തിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 144 എന്ന് കിട്ടും. 144 144 ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പൊ ഇങ്ങനെ ഈ തുക 144 കിട്ടി. ഇനി ഇവിടെ നോക്കുക, ഈ 144 എന്ന് പറയുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു സംഖ്യയുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കൂ. അപ്പൊ ഇവിടെ നേരത്തെ കണക്കില് നമുക്ക് നേരത്തെ കലണ്ടർ കണക്കില് സമചതുരമായിട്ട് ഒരു 4 സംഖ്യകൾ എടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു തുക എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യയുടെ 4 കൂട്ടി പിന്നെ 4 കൊണ്ട് ഗുണിച്ചതാണ് തുക അല്ലെ. ഇവിടേക്ക് നോക്കുക, ഇവിടെ നടുവിലത്തെ സംഖ്യ ഏതാ വരുന്നത്, ഈ ഒരു കലണ്ടർ എടുക്കുകയാണെങ്കിൽ 8, 9, 10, 15, 16, 17, 22, 23, 24
ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ സമചതുരമായിട്ട് വരുന്ന രീതിയിലല്ലേ എടുത്തത്. ഈ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ എക്സാമ്പിൾ ആണ് പറയുന്നത്. അപ്പൊ ഇതിലത്തെ നടുവിലത്തെ സംഖ്യ ഏതാ നോക്കൂ, 16 അല്ലെ, 16. വളരെയധികം ശ്രദ്ധിക്കണം, കലണ്ടറുമായി ബന്ധപ്പെട്ട് കണക്കുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിലെ നടുവിലത്തെ സംഖ്യ ഏതാ വരുന്നത്, 16. ഈ 16ഉം ഇവിടെ കിട്ടിയ 144 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. അതായത് 144നെ 16 കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കുക, ഹരിച്ച് നോക്കുക. അപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്, നമ്മൾ എടുത്തിരിക്കുന്ന അല്ലെ സ്ക്വയർ ആയി വരുന്ന രീതിയിലുള്ളതില് നടുവിലത്തെ സംഖ്യയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. അതായത് 144നെ 16 കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ വരിക, 9 × 16 ആണ് 144 എന്ന് വരും അല്ലെ. അതായത് 16ന്റെ 9 മടങ്ങാണ് എന്ത്, 144 എന്ന് വരും അല്ലേ. ഇനി ശ്രദ്ധിക്കൂ, ഇവിടെ ടീച്ചർ എത്ര റോയും എത്ര കോളോ എടുത്തത്, 3 റോ 3 കോളോ, അതായത് മൊത്തത്തില് 9 സംഖ്യകളാണ് സമചതുരമായി വരുന്ന രീതിയിൽ എടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ 9 എന്ന് പറയുന്ന സംഖ്യയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ 9 എന്ന് പറയുന്ന സംഖ്യ നടുവിലത്തെ സംഖ്യയുടെ 9 മടങ്ങാണ് 144 എന്ന് പറഞ്ഞൂടെ. ഇതാരാണ് ഈ 16, ഈ ഒരു കേസില് 16 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മിഡിൽ നമ്പർ, നടുവിലത്തെ സംഖ്യ. അപ്പൊ നമുക്ക് പറയാം മിഡിൽ നമ്പറിന്റെ എന്താ 9 മടങ്ങാണ് നമ്മളുടെ സം അഥവാ തുക അല്ലെ. കിട്ടി. അപ്പൊ ഇത് ടീച്ചർ ഇങ്ങനെ എന്താ നമ്പേഴ്സ് വെച്ചിട്ട് പറഞ്ഞു. ഇനി നമുക്ക് ഇതിനെ റിലേഷൻ വെച്ച് പറഞ്ഞാലോ, അതായത് സംഖ്യകളിൽ വെച്ച് പറഞ്ഞാലോ. ഇതുപോലെ വേറെയും എക്സാമ്പിൾ എടുത്ത് നോക്കാട്ടോ. നമുക്ക് എന്താ പറയാ 9 സംഖ്യകൾ ഇതുപോലെ ടീച്ചർ പറഞ്ഞ നമ്പർ അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾ ഒക്കെ എടുത്ത് നോക്കാം. അപ്പൊ ടീച്ചർ പറഞ്ഞത് ഇനിയും ശരിയാവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് വേറെ ഏതെങ്കിലും 5, 6, 7, 12, 13, 14, 19, 20, 21 എല്ലാം കൂടി കൂട്ടി കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും, നിങ്ങൾ എടുത്തിരിക്കുന്ന 9 സംഖ്യകളുടെ നടുവിലത്തെ സംഖ്യയുടെ 9 മടങ്ങായിരിക്കും. അപ്പൊ ഈ ഇങ്ങനെ ഏത് എക്സാമ്പിൾ എടുത്ത് നോക്കിയാലും എല്ലാ എക്സാമ്പിളിലും തുക എത്ര മടങ്ങായിരിക്കും, നടുവിലത്തെ സംഖ്യയുടെ 9 മടങ്ങായിരിക്കും, 9 ടൈംസ് ആയിരിക്കും. മിഡിൽ നമ്പറിന്റെ 9 ടൈംസ് ആയിരിക്കും സം. നിങ്ങൾ എടുത്തിരിക്കുന്ന 9 സംഖ്യകളുടെ സം എന്ന് പറയുന്നത് മിഡിൽ നമ്പർ. ഇപ്പൊ ഇതില് ഈ ഒരു കണക്കില് 16 വന്നു. നിങ്ങൾ ഇതുപോലെ വേറെ 9 സംഖ്യകൾ സമചതുരം വരുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മിഡിൽ നമ്പർ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഏതാ എടുത്ത ഉദാഹരണത്തിലെ മിഡിൽ നമ്പറിന്റെ 9 മടങ്ങായിരിക്കും എന്ത്, സം അഥവാ തുക അല്ലെ. അപ്പൊ ഏത് നമ്പർ ഇതുപോലെ 9 എടുത്ത് നോക്കി കഴിഞ്ഞാൽ 9 ടൈംസ് ആയിരിക്കും എന്ന് കാണാം അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ടീച്ചർ പറഞ്ഞു. ഇനി നമ്മൾ ഇതിനെ എന്തിൽ പറയണം, റിലേഷൻ അല്ലെങ്കിൽ ബന്ധത്തിൽ പറയണം. അപ്പൊ നമ്മൾ എക്സ് ഒക്കെ വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ റിലേഷൻ പറയാൻ നമ്മൾ എന്ത് എടുക്കണം, ലെറ്റേഴ്സ് എടുക്കണം അല്ലെ. അപ്പൊ നേരത്തെ കണക്കിൽ നമുക്ക് കലണ്ടർ കണക്കിൽ എളുപ്പമായിരുന്നു, 4 സംഖ്യകളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റി. ഇവിടെ കുറച്ചധികം നമ്പേഴ്സ് ഉണ്ട് അല്ലെ, 9 സംഖ്യകൾ ഉള്ളത് കൊണ്ട് എങ്ങനെ പറയാമെന്ന് നോക്കാം അല്ലെ. അപ്പൊ ഇവിടേക്ക് നോക്കാം. ആദ്യം ടീച്ചർ നടുവിലത്തെ സംഖ്യനെ, അപ്പൊ നമ്മളെപ്പോഴും അറിയാത്ത കാര്യത്തെ എന്തെടുക്കും എന്ന് പറഞ്ഞു, എക്സ് ഒക്കെ വെച്ചിട്ട് ലെറ്റേഴ്സ് വെച്ചിട്ട് എടുക്കും. എക്സിനെ വേണമെങ്കിൽ ഇഷ്ടമുള്ള ലെറ്റേഴ്സ് എടുക്കാം. സാധാരണയായിട്ട് എക്സ് എന്നുള്ള ലെറ്റർ ആണ് എടുക്കാറ്. അപ്പൊ ടീച്ചർ ഇങ്ങനെ എക്സ് എന്നുള്ള ലെറ്റർ എടുക്കുകയാണ് അല്ലേ. ഈ ഒരു നടുവിലത്തെ സംഖ്യയുമായി ബന്ധപ്പെടുത്തിയിട്ടല്ലേ നമ്മൾ പറയാറ്. ഞാൻ ഈ നടുവിലത്തെ സംഖ്യനെ എക്സ് എന്ന് എടുത്തു, എക്സ്. ഇനി നോക്കുക, ഈ ഒരു എക്സാമ്പിളുമായി ബന്ധപ്പെടുത്തി പറയാൻ പോവാണ്. 16ന്റെ തൊട്ട് മുമ്പത്തെ സംഖ്യ 15, തൊട്ട് ശേഷം 17 അല്ലെ. അപ്പൊ ടീച്ചർ ഈ ഒരു കാര്യത്തെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ 17 കിട്ടണമെങ്കിൽ 16ന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 17 കിട്ടുക, 1 കൂട്ടിയാൽ. അപ്പൊ എക്സ് ആച്ചാൽ തൊട്ടിപ്പുറത്ത് എന്താ വരിക, x+1 അല്ലെ. അപ്പൊ നമ്മൾ റിലേഷൻ എഴുതുമ്പോൾ എപ്പോഴും ഒരു മുമ്പത്തെ എക്സാമ്പിളുമായി ബന്ധപ്പെടുത്തിയിട്ട് എഴുതുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ x+1 വന്നു. ഇനി ഇവിടെ 15 കിട്ടിയത് എന്തുകൊണ്ടാ, 16ന്ന് 1 കുറച്ചു അല്ലെ. 16ന്ന് 1 കുറയ്ക്കുക. അപ്പൊ ഇവിടെ 1 കൂട്ടി, ഇവിടെ 1 കുറയ്ക്കുക. അപ്പൊ എക്സ് ആണ് നടുവിലത്തെ സംഖ്യ എങ്കിൽ 16 സങ്കല്പിക്കുക, ഇമാജിൻ ചെയ്യുക നിങ്ങൾ. അപ്പൊ ഇത് തൊട്ട് മുമ്പത്തെ എന്ത് വരും, x-1. കണ്ടുവോ, സിമ്പിൾ ആണ്. നിങ്ങൾ അത് കണക്ട് ചെയ്ത് മനസ്സിലാക്കി എടുത്താൽ മതി. ഇനി നോക്കുക, ഇവിടെ 16 ആണ്, ഇവിടെ 9 ആണ്. ടീച്ചർ പറഞ്ഞോളൂ, ഉദാഹരണമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ പെട്ടെന്ന് ലെറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്താ, 16ഉം 9ഉം തമ്മിലുള്ള ബന്ധം എന്താ, 16ൽ നിന്ന് എത്ര കുറച്ചാലാണ് 9 കിട്ടുക, 7 കുറച്ചാൽ അല്ലേ. 9ന്റെ കൂടെ 7 കൂട്ടിയാലാണ് 16 കിട്ടുക. അതായത് 16ന്ന് 7 കുറച്ചാൽ 9 കിട്ടും. അപ്പൊ ആ ഒരു കാര്യത്തെ ടീച്ചർ ഇങ്ങനെ
എക്സ് മൈനസ് 7 എന്ന് പറഞ്ഞൂടെ? ടീച്ചർ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കലണ്ടർ കണക്കില് എന്താ കലണ്ടറിൽ ഇപ്പോൾ ഒരേ ആഴ്ച വരുന്നത് 7ന്റെ കൂട്ടി കൂട്ടി പോയിട്ടാണ് അല്ലേ. 9-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ തൊട്ട് പിന്നത്തെ വ്യാഴാഴ്ച വരണമെങ്കിൽ എന്താ 7 കൂട്ടിയാൽ മതി. 9ന്റെ കൂടെ 7 കൂട്ടിയപ്പോഴാണ് 16 വരിക. അപ്പൊ കലണ്ടറിലെ പിന്നത്തെ ആഴ്ച നമുക്ക് കിട്ടണമെങ്കിൽ എന്താ ആ നമ്പറിന്റെ കൂടെ 7 കൂട്ടിയാൽ മതി എന്ന് മുമ്പ് പറഞ്ഞു. അപ്പൊ ഇവിടെ 16ൽ നിന്ന് 7 കുറച്ചാലാണ് 9 കിട്ടുക. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യയാണ് ഇവിടെ നമ്മളെ 16 അല്ലേ. എക്സിൽ നിന്ന് എന്ത് കുറച്ചാലാണ് നമുക്ക് തൊട്ട് മുമ്പത്തെ ആഴ്ച കിട്ടുക? എക്സ് മൈനസ് 7 അല്ലേ. ഇനി എന്താ വേണ്ടത്? ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പ. അതേപോലെ തന്നെ 16ഉം 10ഉം തമ്മിലുള്ള ബന്ധം നോക്കുക. 16ഉം 10ഉം തമ്മിലുള്ള ബന്ധം എന്താ? 6ന്റെ ഡിഫറൻസ് അല്ലേ. 16ൽ നിന്ന് 6 കുറച്ചാലാണ് 10 കിട്ടുക. അപ്പൊ ഇവിടെ എക്സ് ആച്ചാ ഇവിടെ എന്താ വരിക? എക്സിന്ന് 6 കുറച്ചാൽ പോരെ? എക്സിന്ന് 6 കുറച്ചാൽ മതി. അതേപോലെ തന്നെ 16ഉം 8ഉം കണ്ടോ? ഈ ഒരു 16 വെച്ചിട്ടാണ് നമ്മള് 16 വെച്ച് ഈ കണക്കില് 16 മിഡിൽ നമ്പർ 16 ആയതുകൊണ്ട് ഇവിടെ 16 എടുത്തു. എപ്പോഴും 16നെ ആവുന്നില്ല, നമ്മൾ എടുക്കുന്ന സംഖ്യകളനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും, അതിന്റെ നടുവിലത്തെ സംഖ്യ മാറും. അപ്പൊ ഇവിടെ ഈ ഒരു നടുവിലത്തെ സംഖ്യയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ എന്ത് കിട്ടും, നമുക്ക് സംഖ്യകൾ സമചതുരം വരുന്ന രീതിയിൽ എടുക്കാനായിട്ട് കഴിയും. കണ്ടോ? ഇനിയും എന്താ വരിക? ഇത് 16 ആണെങ്കിൽ ഇത് 8 പറഞ്ഞു. അപ്പൊ 16ൽ നിന്ന് എത്ര കുറച്ചാലും 8 കിട്ടുക? 8 കുറച്ചാൽ മതി. അപ്പൊ എക്സ് ആണെങ്കിൽ ഇവിടുത്തെ ഈ സംഖ്യ കിട്ടാൻ എക്സ് മൈനസ് 8 എടുത്താൽ പോരെ? എക്സിന്ന് 8 കുറച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ കേട്ടോ. ഇനി നമുക്ക് വീണ്ടും ഒരു ഇത് കൂടി വേണം അല്ലേ. 3 റോയും 3 കോളവും വേണ്ടേ? ഇനി എന്താ വരിക? ഈ 16ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ പറയാം. 16ന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് 23 കിട്ടുക? 7 കൂട്ടിയാൽ അല്ലേ. അപ്പൊ 16ന്റെ കൂടെ 7 കൂട്ടിയാൽ അതേപോലെ എക്സിന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് നമുക്ക് ഈ ഒരു സംഖ്യ ഇവിടുത്തെ കോളത്തിലെ സംഖ്യ കിട്ടുക? 7 കൂട്ടിയാൽ മതി അല്ലേ. ഇനി 16ഉം 22ഉം തമ്മിലുള്ള ബന്ധം കണ്ടോ? മിഡിൽ നമ്പറുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമുക്ക് പെട്ടെന്ന് ഈ റിലേഷൻ എഴുതാനായിട്ട് സാധിക്കും. 16 22 തമ്മിൽ എങ്ങനെയാ കിട്ടണേ നോക്കൂ. 16ന്റെ കൂടെ 6 കൂട്ടിയാലല്ലേ 22 കിട്ടുക? 16ന്റെ കൂടെ 6. അപ്പൊ എക്സ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ 16. അപ്പൊ എക്സിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 6 കൂട്ടിയാൽ മതി. കണ്ടോ? ഇനി എന്താ വരിക? 24 കിട്ടണം അല്ലേ. 16ഉം 24ഉം 16ഉം 24ഉം കിട്ടിയത് എപ്പോഴാ? 8 കൂട്ടിയപ്പോഴും. അപ്പൊ അതേപോലെ തന്നെ എക്സിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 8 കൂട്ടിയാൽ മതി. കണ്ടോ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നടുവിലത്തെ സംഖ്യ എക്സ് ആയിട്ട് എടുക്കുന്നു. ഇവിടുത്തെ നടുവിലത്തെ സംഖ്യ നമ്മൾ എടുക്കുന്ന സമചതുര സംഖ്യ അനുസരിച്ച് മാറും. അപ്പൊ ഏത് സമചതുര സംഖ്യകളായിക്കോട്ടെ നടുവിലത്തെ സംഖ്യയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഓരോ സംഖ്യകൾ എടുത്ത് നോക്കുക വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റിലേഷൻ കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ ടീച്ചറ് എക്സ് എന്ന് 16നെ എടുത്തു വെച്ചാല് നമുക്ക് 23 കിട്ടണമെങ്കിൽ എന്ത് വേണം? 16ഉം 24ഉം തമ്മിലെ ബന്ധം 16ഉം 17ഉം 16ഉം 10ഉം 16ഉം 9ഉം 16ഉം 8ഉം അതേപോലെ 16 15 16 22 അങ്ങനെ കണക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു കാര്യം എക്സ് വെച്ചിട്ട് കിട്ടിയത് അല്ലേ. അപ്പൊ എക്സ് ടീച്ചർ 16 എന്ന് സങ്കല്പിച്ചെടുത്തപ്പോ എക്സ് വെച്ചിട്ട് നമുക്ക് 17 ആണെങ്കിൽ 1 കൂട്ടണം. 24 കിട്ടണമെങ്കിൽ 16ന്റെ കൂടെ 8 കൂട്ടിയാൽ മതി. അപ്പൊ എക്സ് അതിന്റെ കൂടെ 8 കൂട്ടിയാൽ മതി. കണ്ടോ? അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാനായിട്ട് കഴിയണം. ഇനി എന്താ ചെയ്തത്? നമ്മുടെ പകുതി പണി കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഇതിന്റെ ഒക്കെ കൂടെ തുക കാണണം അല്ലെ. നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? എന്താ തെളിയിക്കാൻ പോകുന്നത്? നടുവിലത്തെ സംഖ്യയുടെ 9 മടങ്ങാണ് തുക അല്ലെങ്കിൽ സം എന്ന് കണ്ടുപിടിക്കാൻ പോവുക റിലേഷനില് അല്ലെ. നമ്മള് സംഖ്യകൾ വെച്ചിട്ട് ഇത് പറഞ്ഞു. ഇനി ഈ ഒരു കാര്യം നമ്മള് ബന്ധം അല്ലെങ്കിൽ റിലേഷൻ നമ്മൾ ഓൾജിബ്ര ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് ഇത് കാണിക്കുന്നത്. അതിലും പറയണ്ടേ, പരീക്ഷയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, പ്രൂവ് ദിസ് യൂസിങ് ഓൾജിബ്ര അല്ലെ. ഇത് ഓൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ, അതായത് തെളിയിക്കാൻ പറയാറുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് കിട്ടി? നമുക്ക് സമചതുരത്തിനുള്ളിലുള്ള 9 സംഖ്യകളായിട്ടുള്ളൂ. ഇനി എന്ത് വേണം? ഇവ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് തുക കാണാം. ഇവരുടെ തുക കാണാനായിട്ട് എക്സ് മൈനസ് 8 പ്ലസ് എക്സ് മൈനസ് 7 പ്ലസ് എക്സ് മൈനസ് 6 പ്ലസ് എക്സ് മൈനസ് 1 പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 6 പ്ലസ് എക്സ് പ്ലസ് 7 പ്ലസ് എക്സ് പ്ലസ് 8 എല്ലാം കൂടി കൂട്ടുക. അപ്പൊ ഇത് കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കുക, ഇവിടെ എത്ര പ്രാവശ്യം എക്സ് ടീച്ചർ നേരത്തെ ചെയ്തതുപോലെ എക്സുകളുടെ ടേംസ് ഉണ്ടാവും. 1 2 3 4 5 6 7 8 9 പ്രാവശ്യം എക്സ് ഉണ്ട്. അപ്പൊ 9x എന്ന് എഴുതി. കണ്ടോ? 9x എന്ന് എഴുതി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക്
പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സിന്റെ ആ ഒരു കാര്യം വരാൻ പോകുന്നേ ഉള്ളൂ, 11ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനേ ഉള്ളൂ. പക്ഷെ നമുക്കിതൊന്ന് ഇവിടെ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. നോക്കുക, ഇവിടെ -8 ഉണ്ട്, ഇവിടെ +8 ഉണ്ട്. ടീച്ചർ മുമ്പ് പഠിച്ചിട്ടില്ലേ, ഏതൊരു സംഖ്യയുടെ നിന്നും അതേ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. അതെങ്ങനെ ഓൾജിബ്രയിൽ പറയാം? എക്സിൽ നിന്ന് എക്സ് പോയാൽ 0 അല്ലേ? ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ +xൽ നിന്ന് എക്സ് കുറച്ച് കഴിഞ്ഞാൽ 0 അല്ലേ? ഇപ്പൊ നമ്മൾ ഒരു മിഠായി ഉണ്ടായിരുന്നു, ഞാൻ ഒരു മിഠായി കഴിച്ചു, ബാക്കി എത്ര ഉണ്ടാവുക? 0. അപ്പൊ ഏതൊരു സംഖ്യയിൽ നിന്നും അതേ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. അപ്പൊ അതേപോലെ ഇവിടെ -8 ഉണ്ട്, +8 ഉണ്ട്. അതിനർത്ഥം എന്താ? അത് ക്യാൻസൽ ആയി, 0 ആയി അല്ലേ? അതേപോലെ ഇവിടെ -7 ഉണ്ട്, ഇവിടെ +7 ഉണ്ട്, അപ്പോൾ 0 ആയി. ഇതും -6 +6, അപ്പോൾ അവിടെ 0 ആയി. അതേപോലെ -1 +1. അപ്പൊ എന്താ, നമുക്ക് സംഖ്യകളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ 0 വരും. ഇങ്ങനെ പഠിച്ചാൽ മതി. ഈ നെഗറ്റീവ് നമ്പേഴ്സുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് വേറെ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഇങ്ങനെ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ ചിന്തിക്കുക. ഒരു സംഖ്യയുടെ ചിഹ്നം പ്ലസും ഒരു സംഖ്യയുടെ ചിഹ്നം മൈനസും ഒരു സംഖ്യയുടെ ചിഹ്നം പ്ലസും ആണെങ്കിൽ അവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഉത്തരം 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ കിട്ടിയ? 9x എന്ന് കിട്ടി. 9x എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ തുക അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് 9x കിട്ടിയെന്ന് വെച്ചാൽ എന്താ അർത്ഥം? സം അഥവാ തുക ഈക്വൽ ടു എന്ന് പറയാം 9 ഇൻറ്റു മിഡിൽ നമ്പർ. മിഡിൽ നമ്പർ മീൻസ് അതായത് നടുവിലത്തെ സംഖ്യ. 9 ഇൻറ്റു നടുവിലെ സംഖ്യ. മലയാള മീഡിയത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മലയാള ടേംസ് എഴുതുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു, നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. എന്താ? ഇങ്ങനെ 9 സംഖ്യകൾ സമചതുരമായി വരുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാല് അതിന്റെ തുക എന്ന് പറയുന്നത് നടുവിലത്തെ സംഖ്യയുടെ മിഡിൽ നമ്പറിന്റെ 9 മടങ്ങായിരിക്കും എന്ന് നമ്മൾ ഓൾജിബ്രയിലും പ്രൂവ് ചെയ്തു. അപ്പൊ നേരത്തെ ഒരു എക്സാമ്പിൾ, ഒരെണ്ണം മാത്രമേ ടീച്ചർ എക്സാമ്പിൾ ആയിട്ട് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് ഇതല്ല വേറെയും എക്സാമ്പിൾ നേരത്തെ കലണ്ടർ കണക്ക് പോലെ 2-3 എടുത്ത് എക്സാമ്പിൾ എടുത്ത് ചെയ്തു നോക്കാം. അപ്പോഴൊക്കെ എന്തെന്നെ സംഭവിക്കുള്ളൂ? നടുവിലത്തെ സംഖ്യയുടെ 9 മടങ്ങായിരിക്കും. 9 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് അതിന്റെ തുക സമ്മ കിട്ടും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു കലണ്ടർ കണക്ക്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 കലണ്ടർ കണക്കാണ് പഠിച്ചത്. രണ്ടും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 കലണ്ടർ കണക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. 2 കലണ്ടർ കണക്കുകളും നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഹോംവർക്ക് തരുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, താങ്ക് യു.